Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എവിടെ വരെയാണ് എടുത്തു നിർത്തിയതെന്ന് പറയാമോ? റെസ്പോൺസിബിലിറ്റി തുടങ്ങിയിരുന്നോ? ഹോസ്പിറ്റൽ ഫ്രണ്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ തുടങ്ങിയല്ലേ? എത്ര പോയിന്റ്സ് പറഞ്ഞു? കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ. ഫസ്റ്റ് 6 പോയിന്റ് പറഞ്ഞു. ഓക്കെ 6 പോയിന്റ് പറഞ്ഞു അല്ലെ? ശരി. ഓക്കെ, അപ്പൊ 6 പോയിന്റ്സും ക്ലിയർ അല്ലേ? ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ 7th പോയിന്റ് തുടങ്ങിയാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 7th പോയിന്റ് നോക്കാം. Ensure, ഇവിടെ വരെ നിർത്തിയത് അസിസ്റ്റന്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ? നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ എല്ലാ ഫോംസും ഉണ്ടാവും. ഒരുപാട് ഫോംസ് നമുക്ക് ഫില്ല് ചെയ്യാൻ തരും അല്ലെ? ആ ഫോംസ് ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഫോംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ? അതിനു വേണ്ടി പേഷ്യൻസിനെ ഇവര് സഹായിക്കണം. നെക്സ്റ്റ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മിസ് ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് പറഞ്ഞത് കേട്ടോ. Ensure patients to complete all necessary forms and documentation including medical insurance. അപ്പൊ ഇവരെ സഹായിച്ചാൽ മാത്രം പോരാ, ഈ പറയുന്ന എല്ലാ ഫോമുകളും കൃത്യമായിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ചില നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് അവിടെ നിന്ന് അവർ തിരിച്ചു തരാറില്ലേ? ഇന്ന പേജ് അല്ലെങ്കിൽ ഇന്ന കോളമൊന്നും നിങ്ങൾ പൂരിപ്പിച്ചിട്ടില്ല, അതൊക്കെ ഇന്നത് എഴുതണം എന്ന് പറഞ്ഞ് തിരിച്ചു തരാറുണ്ടോ? നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോ തരാറില്ലേ? ചില എന്താണ് കോളംസ് ഒക്കെ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ആ ഫോംസ് കാര്യങ്ങള് ബാക്കി മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഫോംസും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും ഈ പേഷ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. മനസ്സിലായോ? Ensure patients to complete all necessary forms and documentation including medical insurance. ഈ പറയുന്ന എല്ലാ ഫോംസും പൂർണ്ണമായിട്ടും അവർ ഫില്ല് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ പറയുന്ന എന്താണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് Ensure patients information is accurate including billing information. ഇനി എന്താ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും വളരെ ആക്യുറേറ്റ് ആണോ, അതായത് കൃത്യതയുള്ളതാണോ? ചിലപ്പോൾ നമ്മൾ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കും അല്ലെ? ബില്ലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നൽകാറില്ലേ? ഓൾറെഡി അവിടെ അഡ്മിറ്റ് ആയവർക്കാണെങ്കിലും അല്ലാതെ പുതിയതായിട്ട് വരുന്നവർക്കും നമ്മുടെ രജിസ്ട്രേഷൻ ഫീയുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ബില്ലുകൾ കാര്യങ്ങളൊക്കെ നൽകാറുണ്ട് അല്ലെ? അതെല്ലാം കൃത്യതയോടുകൂടിയാണോ? അതിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസുമായ ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വളരെ കൃത്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇപ്പൊ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ഇൻഫർമേഷനിൽ വലിയ വ്യത്യാസം വന്നാൽ എന്ത് പറ്റും? എന്താ പറ്റുക? ഒരു പേഷ്യന്റിന് ഒരു ബില്ല് നമ്മൾ തയ്യാറാക്കാണ്. ആ ബില്ലില് ഒന്നല്ലെങ്കിൽ പേഷ്യന്റിന് ഇനിഷ്യലോ അല്ലെങ്കിൽ പേരിൽ തന്നെ വല്ല വ്യത്യാസങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ റൂം നമ്പറുകളിൽ വ്യത്യാസം വന്നാലോ ഒക്കെ എന്താ പറ്റുക? അവിടെ ആ ബില്ല് ആ ഒരു പേഷ്യന്റ് അടയ്ക്കോ? ബില്ലുകളിൽ വ്യത്യാസം വന്നാൽ എന്താണ് റിപ്ലൈ ചെയ്യാതെ? ഇല്ല അല്ലെ? നമ്മുടെ ബില്ല് അല്ലെ? അതുപോലെ കൃത്യമായിട്ടുള്ള ബില്ലിലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളും പിന്നീട് വരുന്നത്. പക്ഷെ ഉള്ള കാലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റലിൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്.
Then inform patients of medical office procedures and policy. ഇനി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ്, അവിടുത്തെ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ആ ഒരു സ്ഥാപനത്തിന്റെ പോളിസി അല്ലെങ്കിൽ നയങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ പേഷ്യൻസിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്, വരുന്ന പേഷ്യൻസിനെ മൊത്തത്തിലുള്ള പൂർണ്ണമായ വിവരങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ആ റെക്കോർഡുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യണം. ക്ലിയർ ആണല്ലോ? എക്സ്ട്രാ കൂടി പറയേണ്ട പോയിന്റ്സ് ഉണ്ടെങ്കിൽ മിസ്സിനോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയതുകൊണ്ടാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് കൊണ്ടാണ് മിസ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് more patients through appointment are scheduled. ഇനി എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ മൂവ് ചെയ്ത് കൊണ്ടുപോവാണ്. ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുതിയൊരു ഹോസ്പിറ്റൽ നമ്മൾ ചെയ്യലാണ്, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും പരിചയമില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് കൃത്യസമയത്തൊക്കെ നമ്മൾ ചെന്നൈ കാണും. ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് പറയാറില്ലേ, ആ ചീട്ട് എടുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് വേണം, അവിടെ ചീട്ട് എടുപ്പിച്ചിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റെക്കോർഡ് എടുപ്പിച്ചിട്ട് വേണം പോവാനായിട്ട് എന്ന് പറയും അല്ലെ? പറയാറുണ്ടോ? അപ്പോയിന്റ്മെന്റിന് വിളിക്കുന്ന സമയത്ത് പോവാ. അപ്പൊ ആ ഒരു ചീറ്റും കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റെക്കോർഡും കൊണ്ട് ഒരു നേഴ്സ് നമ്മുടെ കൂടെ വരാറുണ്ടോ? അല്ലെങ്കിൽ അവര് കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ? നമുക്കറിയില്ല എവിടെയാണ് പേഷ്യൻസ് കൺസൾട്ടേഷൻ ഇരിക്കുന്നത്, അറിയില്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് നമ്മൾ അവിടേക്ക് കൊണ്ടുവന്നാൽ കാണില്ലെങ്കിൽ അത് തന്നെ, അതാണ് ഇവിടെയും പറയുന്നത്. മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ് ആർ ഷെഡ്യൂൾഡ്. അവരുടെ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റിനനുസരിച്ച് വരുന്ന പേഷ്യൻസിനെ യഥാർത്ഥ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാക്കുക അല്ലെ? Then facilitate patient flow by notifying the provider of the patient's arrival, being aware of delays and communicating with patients and clinical staff. ഇനി എന്താണ്? ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, ആ ഹോസ്പിറ്റലിലേക്കുള്ള പേഷ്യൻസിന്റെ ഒഴുക്ക് അല്ലെ? അത് by notifying the provider the patient's arrival. എത്രത്തോളം പേഷ്യൻസ് പുതുതായി ആ ഒരു പേഷ്യൻസിന്റെ ആ ഹോസ്പിറ്റലിലേക്കുള്ള ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സുഗമമാക്കുന്നതിന് വേണ്ടി പ്രൊവൈഡ് ദ പേഷ്യൻസ് അറൈവൽ. പേഷ്യൻസ് എത്ര പേര് ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, ബീങ് അവെയർ ഓഫ് ഡിലേസ്, എത്രത്തോളം പേഷ്യൻസ് ചിലപ്പോ അപ്പോയിന്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് എന്താണ് ഒരുപാട് സമയം ചിലപ്പോൾ അവർ ഡിലേ ചെയ്ത് അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്, എത്ര സമയത്താണ് അവർ വരേണ്ടത്? ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് ഒരേ സമയം ഒരു അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഭയങ്കര തിരക്ക് അനുഭവപ്പെടും അല്ലെ? അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഡോക്ടേഴ്സിന്റെ അവിടെ ചെയ്യാറ്? ഒരു സമയം പറയാറില്ലേ നമ്മൾ വിളിക്കുമ്പോ, ഇത്രാമത്തെ ടോക്കൺ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇത്ര സമയം ആവുമ്പോഴേക്കും വന്നാൽ മതി, ഒരുപാട് അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്ന് പറയാറുണ്ടോ? നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പറയാറില്ലേ? അത് തന്നെ ഇവിടെ ഒരുപാട് പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അറ്റ് എ ടൈം വരുമ്പോ ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് പേഷ്യൻസ് അറൈവൽ, എപ്പോ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരണം അല്ലെ? ബീയിങ് അവെയർ ഓഫ് ഡിലേസ്, ഒരുപാട് സമയം അവർക്ക് ഡിലേ കൊടുക്കാൻ പാടില്ല. അതിനനുസരിച്ച് കൃത്യമായ സമയവും കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യണം? അവരോട് പേഷ്യൻസിനോടും അതുപോലെ തന്നെ മറ്റ് ക്ലിനിക്കൽ സ്റ്റാഫുകളോടും കൃത്യമായി കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായോ എന്താണ് ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ? പേഷ്യൻസിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അവരെപ്പോ വരണം, എത്ര സമയം, കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ അവർക്ക് വേഗം ഡോക്ടറെ കാണാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് ഇൻക്വയറീസ്. വരുന്ന ഇൻകമിംഗ് കോൾസ് ഒരുപാട് പേര് റിസപ്ഷനിലേക്ക് വിളിക്കാറുണ്ട് അല്ലെ? ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ അവരുടെ ആ കോൾസ് വരുന്ന കോളൊക്കെ ഇവരെന്ത് ചെയ്യണം? ആൻസർ കൊടുക്കണം, മറുപടി നൽകണം, എടുക്കാതെ ഒന്നും ഇരിക്കരുത്, മറുപടി കൊടുക്കണം. അതുപോലെ അവരാവശ്യപ്പെടുന്ന അന്വേഷണങ്ങളെ കൃത്യമായിട്ട് ഡീൽ ചെയ്യണം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയും വേണം. ആൻസർ ദ ഫോൺ ബൈ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് കൺസിസ്റ്റന്റ് ഫോൺ മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ ടെക്നിക്. ഇനി എന്താ പറയുന്നത്? എന്താണ് എറ്റിക്യൂറ്റ്?
പറഞ്ഞിരുന്നില്ലേ നമ്മള് എന്താണ് ആ വേർഡിന്റെ മീനിങ്? മര്യാദ. വെരി ഗുഡ്, മര്യാദ അല്ലെ. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കോൾ വരുന്ന സമയത്ത് വളരെ മര്യാദയോടുകൂടി അല്ലെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരൊറ്റ പെരുമാറ്റമായിരിക്കണം. ഒരാളെ വിളിക്കുമ്പോ ഒരു രീതിയിൽ പെരുമാറാൻ പാടില്ല, മറ്റൊരാളെ വിളിക്കുമ്പോ മറ്റൊരു രീതിയിൽ പെരുമാറാം, അത് ശരിയല്ല അല്ലെ. എല്ലാവരും ഒരുപോലെ അല്ലെ, എല്ലാവരോടും ഏത് ഫോൺ വന്നാലും ശരിയായ ഫോൺ വിളിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും രീതികളും എന്താണ് ഉപയോഗിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മര്യാദയോടുകൂടി അവരോട് വളരെ പൊളൈറ്റ് ആയിട്ട് ബഹുമാനത്തോടുകൂടി സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിരന്തരം ഒരേ രീതിയിൽ തന്നെ എല്ലാവരോടും സംസാരിക്കുക. മനസ്സിലായോ? ആൻസർ എന്താണ്? ആ ഒരു സെന്റൻസ് എന്താണ്? ക്ലിയർ ആയോ? ആൻസർ ഇൻകമിംഗ് കോൾസ്, വരുന്ന ഇൻകമിംഗ് കോൾസിന് മറുപടികൾ നൽകുക. അതോടൊപ്പം തന്നെ അവർ എന്ത് അന്വേഷണങ്ങൾ നടത്തിയാലും അത് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. അവർ ഫോൺ വിളിക്കുന്ന സമയത്ത് അവരോട് ഒരു ശരിക്കും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന രീതിയിൽ അല്ലെ, ഒരുപോലെ നല്ല മര്യാദയോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി അവരോട് ആ ഒരു ടെലിഫോണിൽ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. ഇനി ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് പറയാറില്ലേ? മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ നമുക്ക് കണക്ട് ചെയ്താറില്ലേ കോൾസ്? അത് തന്നെ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. ആവശ്യമായി വന്നാൽ കോൾസ് എന്ത് ചെയ്യണം? മറ്റ് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവർക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ഫോൺ കോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് ബന്ധപ്പെട്ട അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയോ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുകയോ ചെയ്യും. ഓക്കെ ആണല്ലോ. പേയ്മെന്റ്സ്, പ്രധാനമായിട്ടുള്ള പേയ്മെന്റുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റു രീതിയിലുള്ള കോ പേയ്മെന്റ്സ് നടത്താറുണ്ടാവും അല്ലെ. ചെറിയ ചെറിയ ഫീസുകളോ പേയ്മെന്റോ ഒക്കെ നടത്താനായിട്ട് ചെറിയ ചെറിയ ബില്ലുകൾ കൊണ്ടുവന്ന് തരാറില്ലേ നമുക്ക്? ഇപ്പൊ നഴ്സസുമായി ബന്ധപ്പെട്ട അവര് ഇപ്പൊ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അവരെടുക്കുന്ന മെഡിസിൻസുമായി ബന്ധപ്പെട്ട ബില്ലുകളാവാം, അങ്ങനെ ചെറിയ ചെറിയ ബില്ലുകള് അല്ലെ, ചെറിയ രീതിയിലുള്ള പേയ്മെന്റുകള് അതാവാം. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള എന്താണ് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴാണെങ്കിലും അതൊക്കെ വലിയ പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ആവാം. അത് ചെറിയ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള കോ പേയ്മെന്റ്സ് ആവാം. അതെല്ലാം കണക്ട് ചെയ്യുക. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? സ്ഥിതിവിവര കണക്കുകൾ അല്ലെ. ആവശ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്ര ആളുകളുണ്ട്, നിലവിൽ ഇപ്പോ എത്ര പേഷ്യൻസ് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്, എത്ര പേര് ഒരു ദിവസം കൺസൾട്ടേഷന് വന്നു, അങ്ങനെയുള്ള എല്ലാ സ്ഥിതിവിവര കണക്കുകളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കുക. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്. ഒരു മിനിറ്റ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി കോൾ വിളിക്കുമ്പോൾ നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെ, അവിടെ ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ താമസം അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവരെ എഴുതി തരാറില്ലേ? ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. ഇപ്പൊ പുറത്തേക്കുള്ളതാണെങ്കിലും നമുക്ക് തരാറുണ്ടല്ലോ സ്കാനിങ്ങുകളുമായി ബന്ധപ്പെട്ടത്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്. ഇപ്പൊ പുറത്തൊക്കെ പോയി നമ്മൾ ചെയ്യേണ്ടതായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ നമുക്ക് ആ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. Then obtain external medical reports as required by medical professional. ഇനി എന്താ? എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ടുകള് ഇപ്പൊ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സ്കാനിങ്ങിന് പോയി പുറത്താണ് നമ്മൾ അത് ചെയ്തത്. അപ്പൊ അവിടുത്തെ റിപ്പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ആവശ്യപ്രകാരം ഇങ്ങോട്ട് മേടിക്കാറില്ലേ? ഇല്ലേ? ചില സ്ഥലങ്ങളിൽ പറയും നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ ഡോക്ടർക്കാണോ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഞങ്ങൾ അതിൽ അയച്ചു തന്നേക്കാം എന്ന് പറയും. ചെയ്യാറില്ലേ? ചില എന്താണ്
സ്കാനിങ് സെന്ററുകളൊക്കെ അല്ലെ? അതുപോലെ എന്ത് ചെയ്യുന്ന ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ടുകള്, പുറത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെയൊക്കെ മെഡിക്കൽ റിപ്പോർട്ടുകള് ആസ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, നൽകി എന്താണ് കൃത്യമായിട്ട് അത് വാങ്ങി സൂക്ഷിച്ച് നൽകേണ്ടതുണ്ട്. Then deal with incoming and outgoing post. ഇനി എന്താ ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് പോസ്റ്റുകള്? ഇപ്പൊ നമ്മുടെ പലതരത്തിലുള്ള ലെറ്റേഴ്സ്, കാര്യങ്ങള്, പല കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരും അല്ലെ? ഇവിടേക്ക് വരുന്നതും ഉണ്ടാവാം, പല സ്ഥലത്തേക്ക് വിടേണ്ടതും ഉണ്ടാവാം ഇല്ലേ? പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ആവാം, നോട്ടീസുകളാവാം, അല്ലെങ്കിൽ എന്താ ഓരോ കാര്യങ്ങള് മറ്റു ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുന്നതാവാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ഇല്ലേ? പലതരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് പല ഇൻഫർമേഷൻ അത് പറഞ്ഞില്ലേ? ഓക്കെ, സോറി ട്ടോ. നോക്കിയ റെസ്പോണ്ട് ആൻഡ് കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഇനി ഇവിടെ എന്താണ്, ഒരു ഇൻഫർമേഷന് വേണ്ടി നമുക്കിപ്പോ ഒരു പേഷ്യന്റ് വരാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ അറിയണം എന്നതിനെ കുറിച്ച് ഒരു റിക്വസ്റ്റ് കൊടുത്താണ്. അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, അത് പാലിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള റെസ്പോൺസ് കൊടുക്കണം. ഉടനടി എന്ത് ചെയ്യണം, അവർ ഒരുപാട് സമയം ഒന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഇപ്പൊ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനെ കുറിച്ചായിരിക്കും അവർക്ക് അറിയേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തൊരു ഇൻഫർമേഷനെ കുറിച്ച് അവരത് റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇവരോട് ഒന്ന് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻസ് തരാമോ എന്ന് പറയുമ്പോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പാലിച്ചുകൊണ്ട് ഈ റിക്വസ്റ്റ് അവരെന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക, ഈ പ്രതികരണം അവർക്ക് നൽകണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് പോസ്റ്റിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ ഇവിടുന്ന് പലതരത്തിലുള്ള ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വിടാനുണ്ടാവും അല്ലെ? അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങള് ഇങ്ങോട്ടും വരുന്നില്ലേ? ലെറ്ററുകൾ, കാര്യങ്ങൾ പല ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പല അസോസിയേഷൻസുമായി ബന്ധപ്പെട്ടാവാം അല്ലെ? അപ്പൊ അതെല്ലാം ഡീൽ ചെയ്യേണ്ടത് ഈ ഒരു വിഭാഗത്തിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ പോയിന്റ് എന്താന്നുള്ളത്? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാത്തത് എളുപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ മിസ്. നെക്സ്റ്റ് നോക്കി, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. ഇനി എന്തൊക്കെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണോ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിക്കണം അല്ലെ? അവർക്ക് പല ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടീസും, ഈ പറയുന്നതല്ലാതെ മറ്റുള്ള എല്ലാ ഡ്യൂട്ടീസും പൂർത്തീകരിക്കുക. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. ഇനി എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫോമുകൾ ഫില്ല് ചെയ്യാൻ തരും അല്ലെ? അത് എപ്പോഴും അവിടെ സ്റ്റോക്ക് ഉണ്ടാവണ്ടേ? ഏത് പേഷ്യന്റ് എപ്പോ വന്നാലും അത് അവിടെ സ്റ്റോക്ക് ഉണ്ടാവണ്ടേ അല്ലെ? ഇങ്ങനെ വരും, ഇന്നൊരു ദിവസം വരുമ്പോ അയ്യോ അത് സ്റ്റോക്ക് തീർന്നു പോയി, നിങ്ങൾ നാളെ വരൂ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് പേഷ്യന്റിനോട്? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഫോമുകളെല്ലാം കൃത്യമായിട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്. ഈ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട് പല സാധനങ്ങളും വളരെ അത്യാവശ്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ? അതെല്ലാം മതിയായ അളവിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അത് ശരിയായ രീതിയിലുള്ള സ്റ്റോക്ക് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ വിവര പട്ടികകള് തയ്യാറാക്കുകയും അത് കൃത്യമായ ഓർഡറുകള് പ്ലേസ് ചെയ്ത് ഓർഡർ കൊടുത്ത് അത് എന്ത് ചെയ്യണം, വരുത്തിച്ച് അത് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ് അത് കൃത്യമായിട്ട് അവിടെ മതിയായ അളവില് എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ ഓഫീസ് ഉപകരണങ്ങള് കൃത്യമായി നിരീക്ഷിക്കുക. ഇനി അതിനെന്തെങ്കിലും കേടുപാടുകളോ കാര്യങ്ങളോ സംഭവിച്ചാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നിന്നു പോകും അല്ലെ? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? പോയിന്റ് എന്താണ്? ഫോമോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സാധനങ്ങളോ ഒക്കെ സ്റ്റോക്ക് തീരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ അളവിൽ അത് അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് സ്റ്റോക്ക് ഇല്ലാത്തതാണെങ്കിൽ അവിടുത്തെ ആ വിവര പട്ടികകൾ എത്ര എണ്ണം എത്രയൊക്കെ അളവിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, എത്ര എണ്ണം തീർന്നിട്ടുണ്ട്, എല്ലാ
വിവര പട്ടികകൾ തയ്യാറാക്കുകയും അതിനനുസരിച്ച് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസിലെ ഓരോ ഉപകരണങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ആ സെന്റൻസ് എന്താണെന്ന് മനസ്സിലായോ? Okay, then ensure that reception area is well maintained, neat and clean. ഇനി ആ ഒരു റിസപ്ഷൻ ഏരിയ എപ്പോഴും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിലനിർത്തണം. അത് എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് അല്ലെ. നമ്മൾ ആ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ ഒരിക്കലും അവിടെ ഒരു വൃത്തിയില്ലാതെ ഒട്ടൊന്നും കിടക്കാൻ പാടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ മികച്ച രീതിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ഒരു റിസപ്ഷൻ ഏരിയ ആയിരിക്കണം. അത് മസ്റ്റ് ആയിട്ടും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ ആണ് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ്? പേഷ്യൻസിന്റെ പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യത. അതുപോലെ തന്നെ എന്താണ് ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് അവരുടെ രഹസ്യ സ്വഭാവം അല്ലെ, അവരുടെ ഇൻഫർമേഷൻസ്, അവരുടെയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവാം. അതൊക്കെ ആ പേഷ്യൻസിന്റെ ആ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അല്ലെ. അതൊക്കെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്ക് ഷുവർ ദാറ്റ് പ്രൊട്ടക്ഷൻ health information, protected ആയിട്ടുള്ള health information is secured by not leaving PHI. എന്താണ് PHI? Protected primary health information അല്ലെങ്കിൽ protected health information ആണ് കേട്ടോ. Protected health information, protected health information. Sight and logging off the computer before leaving it unattended. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് ഓരോ പേഷ്യൻസിനും അവരുടേതായ പ്രൈവസിയും അവരുടേതായ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ ഉണ്ട് അല്ലെ, സ്വകാര്യതയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആവാം, അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല അല്ലെ. മറ്റുള്ളവരാരും അത് അസസ് ചെയ്യാൻ പാടില്ല, അത് ലഭ്യമാക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഈ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രൈവസി ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അത് നമ്മൾ എന്താ ചെയ്യുന്നത്? മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇസ് സെക്യൂർഡ് ബൈ നോട്ട് ലീവിംഗ് PHI ഇൻ പ്ലെയിൻ സൈറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഒരു സൈറ്റ് ഒക്കെ എന്താണ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാസ്വേഡോ അതുപോലെ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് ഒരു ID പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തല്ലേ നമ്മൾ കയറുന്നത് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു PSC സൈറ്റിലാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ കയറുന്നേ? ആണോ? നിങ്ങൾക്ക് ആരെങ്കിലും PSC സൈറ്റ് ഒക്കെ ഉണ്ടോ? കയറുന്നത് അങ്ങനെയല്ലേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല്? അപ്പൊ അതെന്താണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ അത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് എടുക്കാൻ പാടില്ല അല്ലെ. നമ്മൾ തിരിച്ചു പോകും, നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ ലോഗ് ഓഫ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാറുണ്ടോ? എന്താണ് നിങ്ങൾ ഇതൊന്നും ചെയ്യാറില്ലേ? ഉണ്ട്. അത് എന്തിനു വേണ്ടിയാ ലോഗ് ഔട്ട് ചെയ്യുന്നത്? മറ്റൊരാളും അതില് ഇരിക്കാൻ വേണ്ടി, നമ്മുടെ ഇൻഫർമേഷൻസ് എടുക്കാതിരിക്കാൻ വേണ്ടി അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് അല്ലെ. ഇവിടെ നമ്മുടെ ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് വളരെ സെക്യൂർ ആയിട്ട് വെക്കണമെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് പ്ലെയിൻ സൈറ്റ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൈറ്റില് നമ്മൾ ലോഗിൻ ചെയ്ത് കയറാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അത് സെറ്റ് ചെയ്ത് വെക്കണം, എന്നാലല്ലേ സെക്യൂർ ആവുള്ളൂ. ആൻഡ് ലോഗിങ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. ഇനി നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു പേജിൽ നിന്ന് പോരുമ്പോൾ അത് ലോഗ് ഓഫ് ആക്കിയിരിക്കുകയും ചെയ്യണം. മനസ്സിലായോ? കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. നമ്മളിപ്പോ അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു PSC സൈറ്റ് കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നമുക്ക് ഇനിയിപ്പോ അത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അത് ലോഗ് ഔട്ട് ആക്കി തിരിച്ചു പോരല്ലേ ചെയ്യുന്നത് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ലോഗ് ഓഫ് ചെയ്ത് തിരിച്ചു പോരണം. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് പോയിന്റ് മനസ്സിലായോ?
ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ജോബ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഭാഗമാണ്. ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് സ്കിൽസ് ആണ്. എന്തൊക്കെ സ്കില്ലുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവർക്ക് വേണ്ടത്? ടെലിഫോൺ എറ്റിക്വറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ സ്കില്ലുകൾ വേണം? ഒരു ടെലിഫോൺ ഒരു കോള് വരുന്ന സമയത്തുള്ള അതുമായി ബന്ധപ്പെട്ട മര്യാദയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്കില്ലുകൾ അവർക്ക് വേണം? കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്കില്ലുകൾ വേണം? ബേസിക് ആയിട്ടുള്ളൊരു വേർഡ് ആൻഡ് എക്സൽ മുതലായിട്ടുള്ള പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലേ വേർഡ്, എക്സൽ മുതലായിട്ടുള്ള അല്ലേ? നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് കൂടിയാണ് അല്ലെ? അപ്പൊ അതെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വേണം അല്ലെ? അതെല്ലാം സ്കില്ലിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അറ്റ് എ ടൈം തന്നെ. അതുപോലെ ഒരു ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ് ചെയ്യുക, കൃത്യമായ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, എല്ലാം മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം ഇവരുടെ സ്കില്ലിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി എല്ലാം ഓരോരോ കാര്യങ്ങളായിട്ട്, പ്രധാനപ്പെട്ട ഓരോ സ്കില്ലുകളായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അറിയാം അല്ലെ? നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി. ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ആദ്യം ഇവർ എന്താ ചെയ്യേണ്ടത്? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി. അവര് പറയുന്ന കാര്യം, ഒരു പേഷ്യന്റ് വന്ന് എന്ത് കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്, അത് ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധാപൂർവം ലിസൺ ചെയ്യണം അല്ലെ? വളരെ ഫലപ്രദമായിട്ട് അത് കേൾക്കണം. ആൻഡ് എക്സ്പ്രസ് oneself in a clear, articulate manner. ഇനി എന്താ? വ്യക്തമായ രീതിയിൽ അവർക്ക് പറയാനുള്ള മറുപടി അവരോട് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പറയുക. ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വൺ വേ മാത്രമല്ല അല്ലെ? രണ്ട് കൂട്ടരും തമ്മിലുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവർക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അതിനുശേഷം അവർക്കുള്ള കൃത്യമായ ആർട്ടിക്കുലേറ്റ് മാനർ, വ്യക്തമായ രീതിയിലുള്ള മറുപടികൾ തിരിച്ച് പറയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇനി എന്താണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്? ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡേറ്റ എഫിഷ്യന്റ്ലി. വരുന്ന എല്ലാ പേഷ്യൻസിൽ നിന്നും കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ? ആ കളക്ട് ചെയ്യാനായിട്ട് ഒരു കഴിവ് വേണം അല്ലെ? ആ ഒരു ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തു. ആൻഡ് മോണിറ്റർ ഡേറ്റ. ഇനി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഡേറ്റാസ് ഒക്കെ വളരെ ഫലപ്രദമായിട്ട് നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ടാവുക. അതാണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. കൃത്യമായ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ആ ഡേറ്റാസ് ഒക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. നോക്കിയേ, ഏബിൾ ടു മൾട്ടി ടാസ്ക്, അതായത് ഒറ്റ ടൈം തന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ അവര് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരവിടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളാണ്, അവര് ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു കോള് വരുന്നുണ്ടാവും, അവർ അതിന്റെ ഇടയിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിനിടയിൽ വന്നാൽ അതും അവർ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഒറ്റ ടൈം ഒരുപാട് ജോലി അവർ ചെയ്യുന്നില്ലേ? ഒരാൾ ഒരു എൻക്വയറിക്ക് വന്നിട്ടുണ്ട്, അതിനിടയിൽ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ തിരക്കുള്ള സമയങ്ങളിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് തന്നെ അവർ എന്ത് ചെയ്യുന്നു? പല ടാസ്കുകൾ അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവർ ഒരു സമയത്ത് തന്നെ പല ജോലികളും ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ഓരോ കാര്യങ്ങളും മുൻഗണന വെച്ചുകൊണ്ട്, ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ആദ്യം, അടുത്ത കാര്യം അത് കഴിഞ്ഞ് എന്ന രീതിയിൽ പ്രയോറിറ്റൈസിക്കൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് ജോലികളെല്ലാം, അതുപോലെ ജോലികളായിക്കോട്ടെ പലതരത്തിലുള്ള
പ്രവർത്തനങ്ങളായിക്കോട്ടെ അങ്ങനെ മുൻകൂട്ടി നമ്മൾ മുൻഗണനകൾ കൊടുത്തുകൊണ്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാനുള്ളൊരു കഴിവ്. അത് നല്ല രീതിയിൽ അത് ആസൂത്രണം ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് ജോലി വരാണ്, അതിൽ ഏറ്റവും ആദ്യം ചെയ്തു തീർക്കേണ്ടത് ഏത് ജോലിയാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് ഓരോ ടാസ്കും പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യത്തെ 3 സ്കില്ലും ക്ലിയർ ആണോ? Okay. Then next വരുന്നത് attention to detail. Okay, able to produce accurate and high quality work through concern for all areas involved. ഇനി ഇവിടെ എന്താ attention to detail എന്ന് പറയുന്നത് able to produce accurate വളരെ കൃത്യമായിട്ടുള്ള and high quality ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ജോലികൾ ചെയ്യുക through concern for all areas involved. അതായത് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടും ആ വളരെ ചെയ്യുന്ന ജോലി എങ്ങനെയായിരിക്കണം? വളരെ കൃത്യമായിരിക്കണം അല്ലെ. അതാണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരെ നമുക്ക് നോക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വളരെ കൃത്യതയോടെ ഉയർന്ന ഗുണനിലവാരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്. അതാണ് ഇവിടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു ജോലി ചെയ്യുന്ന ആ വ്യക്തി എങ്ങനെയായിരിക്കണം? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊരു ഏരിയ കൊടുത്താലും അത് വളരെ ശ്രദ്ധാപൂർവം വളരെ കൃത്യമായിട്ടും ഉയർന്ന നിലവാരത്തിലും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡ്യൂട്ടിയിലേക്ക് കൊടുക്കുമ്പോഴും അതിലും അവർ മികച്ചതായിരിക്കണം. അല്ലാതെ ഞാൻ ഇന്നൊരു ജോലിയെ ചെയ്യുള്ളൂ, എനിക്ക് അത് മാത്രമേ അറിയാൻ പാടുള്ളൂ, അതും നല്ല രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ല കഴിവില്ല അല്ലെ. അതേസമയം എന്ത് ജോലി ഇതുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലെയും ജോലികൾ വളരെ ശ്രദ്ധാപൂർവം വളരെ കൃത്യമായിട്ടും ഉയർന്ന നിലവാരത്തിലും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസ് സ്കിൽസ്. വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങള് ഇങ്ങനെ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ഒരു കഴിവ് വേണം അല്ലെ. ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു കഴിവ് വേണം. ആൻഡ് ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവിടെ നിന്ന് കസ്റ്റമർ പോകുന്ന സമയത്ത് അവരെങ്ങനെയായിരിക്കണം? കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അവര് സംതൃപ്തരായിട്ട് വേണം പോവാനായിട്ട് അല്ലെ. ആ സംതൃപ്തി ആ ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്ത രീതിയിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കണം. അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി? എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് അല്ലെ. Able to adjust approach to meet changing demands and situation that include in dealing with diverse people. നമുക്ക് എന്താണ് അറിയാം? ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായ ആളുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള വ്യത്യസ്തമായ ആവശ്യകതകളായിരിക്കും അവർക്കുള്ളത്, വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കും നമ്മൾ ഫേസ് ചെയ്ത് വരിക അല്ലെ. അങ്ങനെ ഏതൊരു സാഹചര്യത്തോടും വളരെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് അവർക്ക് പറ്റുന്ന രീതിയിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സമീപനമായിരിക്കണം ഇവർക്ക് ഉണ്ടാവേണ്ടത്. അതാണ് അഡാപ്റ്റബിലിറ്റി. ഏതൊരു സാഹചര്യം വന്നാലും അതിനോട് അനുയോജ്യമായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് അല്ലെ. ഇപ്പൊ അവിടെ ഇപ്പൊ വരുന്ന ആളുകൾ ചിലപ്പോ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആവാം, ഒരു ദുഃഖമുള്ള ഒരു സിറ്റുവേഷൻ ആവാം. ആ ഒരു സമയത്ത് നമ്മളായിട്ട് നിൽക്കാതെ എന്ത് ചെയ്യണം? അവരോട് ചേർന്ന് നിന്ന് അവരുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ച് ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും ആ സാഹചര്യങ്ങളെയും അവരുടെ ആവശ്യകതകളെയും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ആ ഏതൊരു സിറ്റുവേഷനോടും സാഹചര്യത്തോടും അനുയോജിച്ചു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുമായി ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് അവർക്കുണ്ടായിരിക്കണം. ലാസ്റ്റ് വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. Able to maintain confidentiality and adhere to ethical standards. ഇനി എന്താ? അവർക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി, അതായത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രഹസ്യ സ്വഭാവം അവർക്കുണ്ടായിരിക്കണം. വേണോ? അത് രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അവർക്ക് വേണോ? ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഏതൊരു ജോലിയും ബന്ധപ്പെട്ടും അത് വേണം അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത്
പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതൊരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തവയാണ് അല്ലെ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അത് ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ സ്വയം നമ്മൾ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ സൂക്ഷിക്കണം. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് ധാർമ്മികമായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധാർമ്മികത അല്ലെ, നമ്മുടെ എത്തിക്സ് അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളതും സ്കില്ല് തന്നെയാണ് അവരുടെ അല്ലെ. ചില ആളുകൾക്ക് അത് സാധിക്കില്ല. അവരെന്ത് ചെയ്യും, പല കാര്യങ്ങളും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ധാർമ്മികതയൊക്കെ അവർ അല്ലെങ്കിൽ ഈ ഒരു എത്തിക്സ് ഒക്കെ അവർ പാലിക്കാറുണ്ടോ? എത്തിക്സ് പാലിക്കാതെ പല ഇൻഫർമേഷൻസും പുറത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കൈമാറാറുണ്ട്. അതൊന്നും ഒരിക്കലും നല്ലൊരു രീതിയല്ല. അവിടെ നല്ല കോൺഫിഡൻസ് സ്വഭാവമുള്ളവ അതുപോലെ സൂക്ഷിക്കുകയും ആ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ആ ഒരു എത്തിക്സ് കൃത്യമായിട്ട് ആ എത്തിക്സുമായി ബന്ധപ്പെട്ട ധാർമ്മികതയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഇവര് പാലിക്കുകയും ചെയ്യണം. വേഗം ഒന്ന് സ്കിൽസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലിയർ ആണോ? സ്കിൽസ് ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആയി ഒന്ന് മിസ്സിന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കസ്റ്റമർ സർവീസ് സ്കിൽസോ. കസ്റ്റമർ സർവീസ് സ്കിൽസ് ഒന്നുമില്ല. നമ്മൾ ഈ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അവര് നമ്മളാണെങ്കിലും അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റാഫിനും കഴിവ് വേണം അല്ലെ. അല്ലാതെ നല്ലൊരു റിലേഷൻഷിപ്പ് വരുത്തുന്നതിലൂടെയാണ് നമുക്ക് ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള അങ്ങനെ ഒരു ആ ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ വരുന്ന സമയത്ത് ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയറായോ? അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാല് ഏതൊരു സാഹചര്യം വന്നാലും അതിനോട് പൊരുത്തപ്പെട്ടു പോവാനായിട്ടുള്ള ഒരു കഴിവ് എന്ന് വെച്ചാല് അഡാപ്റ്റബിലിറ്റി. ഇപ്പൊ ഒരു ഡൈവേഴ്സ് പീപ്പിൾ പല വ്യത്യസ്തമായ ഒരു ആളുകൾ വരാണ്. അവരുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അല്ലെങ്കിൽ ഏതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ആവശ്യകത അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാലും അതിനോടൊക്കെ യോജിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം ഇവർ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മറ്റു രീതിയിൽ പ്രതികരിക്കാനോ ഒന്നും പാടില്ല. ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണോ അവരോട് യോജിച്ചു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരോട് ഇണങ്ങി പോകുന്ന രീതിയിലായിരിക്കണം ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും പറയുന്നത്. 6th പോയിന്റോ അതാണല്ലേ മിസ് ഇപ്പൊ അഡാപ്റ്റബിലിറ്റി പറഞ്ഞത്? അതാണോ ചോദിച്ചേ? ആഷ്ലി ചോദിച്ചത് അതാണോ? ഓ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ കഴിവുകൾ? നമുക്ക് ടെലിഫോൺ എറ്റിക്യൂറ്റ്, നമ്മുടെ ടെലിഫോൺ പരമായിട്ടുള്ള മര്യാദകൾ തന്നെയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. When a patient calls in
the way in which the front desk personnel handle the telephone call determine how the facility is perceived. ഇനി എന്താണ്, ഒരു പേഷ്യന്റ് അവിടെ കോൾ വിളിക്കുകയാണ്, അവിടെ ആ ഒരു നമ്മുടെ ഫ്രണ്ട് ഡെസ്കിലേക്ക് വിളിക്കുകയാണ്. ഒരു കോൾ വിളിക്കുമ്പോ അവിടുത്തെ ആ ഫ്രണ്ട് ഡെസ്കിലുള്ള ജീവനക്കാര് ആ കോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഡിറ്റർമൈൻ ഹൗ ദ ഫെസിലിറ്റി ഈസ് പെർസീവ്ഡ്. അവിടെ എങ്ങനെയുള്ളൊരു എന്താണ് ഫെസിലിറ്റി സൗകര്യങ്ങളാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിളിക്കുന്നു, നമ്മളാണ് ഒരാളെ വിളിക്കുന്നത്, പേഷ്യന്റ് ആയിട്ട് നമ്മളാണ് വിളിക്കുന്നത് അവിടേക്ക്. അപ്പൊ അവരിങ്ങനെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നു. എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് ആ ഒരു കോളിൽ നിന്ന് തന്നെ നമുക്ക് ആ അവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? ആ കോളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? എന്നാൽ ചിലർ വിളിക്കുമ്പോൾ അവരെന്ന് ഭയങ്കര ബിസി ആണെന്നുള്ള രീതിയിൽ പറയും അല്ലെ. ആ എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഓക്കെ ഇത്ര സമയത്ത് വന്നാലോ, ആ ഓക്കെ ആണ്, ഇനി വേറെ ഒന്നും പറയാൻ നമുക്കൊരു സമയം പോലും തരില്ല അല്ലെ, ഒരപ്പം തന്നെ കോൾ വെച്ച് കളയും അല്ലെ. അതുപോലെയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ ചെന്നാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നൊരു മനസ്സിൽ നമുക്ക് വരില്ലേ അല്ലെ. നമ്മളെ ഇതുപോലെ തന്നെ ആയിരിക്കും, അവിടെ ചെന്നാലും നമുക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന, നന്നായി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനുള്ള ആ ഒരൊറ്റ ഫോൺ കോൾ മതി നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ വിലയിരുത്താനായിട്ട് അല്ലെ. The medical office receptionist must be a good listener. എപ്പോഴും ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു കേൾവിക്കാരനായിരിക്കണം അല്ലെ. ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ബിസൈഡ് ഹാവിംഗ് ഗുഡ് ഫോൺ മാനേഴ്സ്. നല്ല ഫോൺ മാനേഴ്സ് ഉള്ളവരായിരിക്കണം, ഫോൺ വിളിക്കുമ്പോൾ മാനേഴ്സോട് കൂടി പെരുമാറണം. അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇപ്പൊ നമ്മുടെ ചിലവര് പറഞ്ഞു കേൾക്കാറുണ്ടോ, ഇപ്പൊ ഇവിടെ ഒരു ജോലി ചെയ്യുന്ന ആള് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആശുപത്രിയിൽ പല മരുന്നുകൾ മേടിക്കാൻ പല രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോ അവർക്കത് മറ്റുള്ളവരോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ കൂടി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങള്, ഇന്ന ആള് ഇന്ന ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവര് വന്നത് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിലപ്പോ ആ വന്ന രോഗി പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇവൻ പറഞ്ഞ് ചിലപ്പോ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് അറിയിക്കും. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പൊ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ അവിടെ വെക്കുക അല്ലെ, രഹസ്യ സ്വഭാവമായിട്ട് വെക്കുക. അല്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാനും മറ്റുള്ളവരോട് പറയാനും പാടുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ഫോൺ മാനേഴ്സ് കീപ്പ് ചെയ്യുകയും വേണം. അതുപോലെ നല്ലൊരു ലിസണർ ആവണം, നല്ലൊരു എന്താണ് കേൾവിക്കാരെന്ന് കൂടിയായിരിക്കണം ഒരു ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അവർ ചെയ്യേണ്ടതായിട്ട് ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. നമ്മളൊരു ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവരെങ്ങനെയായിരിക്കും, നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് ഇഷ്ടമല്ലേ അല്ലെ, നമ്മളൊന്ന് ചിരിച്ചുകൊണ്ടൊക്കെ സ്വീകരിക്കുക. പ്ലസന്റ് ടോക്ക്, വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിക്കുക, അതവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. സ്പീക്ക് ക്ലിയർലി, വളരെ വ്യക്തമായിട്ട് നമുക്കത് എന്ത് കാര്യമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരിക അല്ലെ. ക്ലിയർ ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ നമ്മളോട് പറഞ്ഞു തരണം. നമ്മൾ എന്ത് ചോദിച്ചാലും അത് ക്ലിയർ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ ചേർത്ത് പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. അതേസമയം നമുക്ക് വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞു തരാണെങ്കിലോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ലേ. അത് തന്നെ. തേർഡ് വൺ ആണ് മേക്ക് ദം വെൽക്കം. ഇനി എന്താ, അവര് വരുന്ന ആളുകളെ നല്ല ഉപചാരപൂർവ്വം സ്വീകരിക്കണം അല്ലെ. ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എന്താണ് അവർ എന്താണ് വിചാരിക്കുന്നത് അതിനനുസരിച്ച് ഒരു ഉപചാരപൂർവ്വം അവരെ വെൽക്കം ചെയ്യണം വരുന്ന ആളുകളെ. ഓക്കെ ആണല്ലോ. ഇത് മൂന്നും ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ. ചെയ്യേണ്ടാത്തത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ,
അവിടെ വരുന്ന പേഷ്യൻസിനെ അസ്വസ്ഥരാക്കരുത് അല്ലെ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധ തിരിക്കാന്നുള്ളത് കൊണ്ട് മീനിങ് കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്യും, വളരെ അസ്വസ്ഥരാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ വേറെ രീതിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടാനൊന്നും പാടില്ല. അപ്പൊ അവിടെ വരുന്നവര് എന്തിനാണോ വന്നേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലെ, അല്ലാതെ അവരെ കുറച്ചും കൂടി കൂടുതൽ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ അവരെ അസ്വസ്ഥരാക്കാനോ അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിലേക്ക് തിരിച്ചു വിടാനൊന്നും പാടില്ല. ഷൗട്ട് ഓർ വിസ്പർ ചെയ്യാൻ പാടില്ല. അവരോട് ഷൗട്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും ഷൗട്ട് ചെയ്യാറുണ്ടോ? ഷൗട്ട് ചെയ്യാന്ന് എന്താ, ഒന്ന് ആക്രോശിക്കുക അല്ലെ, അവരോട് വളരെ ദേഷ്യത്തില് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. അല്ലെങ്കിൽ വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അടക്കി പറയുക, നമ്മള് മന്ത്രിക്കുക, അതെ പുറത്ത് പറയാന്ന് പറയും നമ്മൾ അല്ലെ, അതാണ് അടക്കി പറയും. ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നി നമ്മൾ എന്ത് ചെയ്യും, നേരിട്ട് പറയാതെ ഇങ്ങനെ സൗണ്ട് കുറച്ചിങ്ങനെ അടക്കം പറയും അല്ലെ, അതൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. അവരോട് ഷൗട്ട് ചെയ്യാനും പാടില്ല. അവർ എന്ത് ചെയ്യണം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിസ്പർ ചെയ്യുന്നതിൽ ചെറിയ രീതിയിൽ എന്താ അടക്കം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഒരുപാട് സമയം അവരവിടെ നിർത്താനും പാടില്ല. ഒരു രജിസ്ട്രേഷൻ ചെയ്യാനാണ് വന്നതെങ്കിൽ അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞ് ഉടനെ അവരവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെ, അല്ലാതെ ഒരുപാട് സമയം അവരവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. മനസ്സിലായോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടാത്തത് എന്ന് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി ലെങ്തിയുള്ള ചാപ്റ്റർ ആയിരുന്നു, എന്നാൽ പോലും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ അല്ലേ, ഇന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, എന്തൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ എടുത്തിട്ടില്ലല്ലോ? ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. ഓക്കെ, നമുക്ക് ഒരു അടുത്ത ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ആരെങ്കിലും ഒക്കെ ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്തെങ്കിലും പോവേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഓക്കെ, ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എന്താണ്, എന്തിനാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ? ഒരു ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത്? സർജറി ചെയ്യാൻ. വെരി ഗുഡ്, സർജറീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയുള്ള സർജറികളൊക്കെയാ ചെയ്യുന്നത്? എങ്ങനെയുള്ള സർജറികളാണ് നമുക്കിപ്പോ ഫെമിലിയർ ആയിട്ടുള്ള സർജറികൾ? ഏതൊക്കെയാ? വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള സർജറികള്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേജർ സർജറികളൊക്കെ ചെയ്യാറുണ്ട്. ശരി, മേജർ സർജറി മാത്രമാണ് റീജിയണൽ സർജറികള്, ആക്സിഡന്റ് അല്ലെ, മൈനർ സർജറികളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ ഷോർട്ട് ചെയ്ത് OT എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് ക്ലാസ് പഠിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഷോർട്ട് ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. OT എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ആണത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്ഥലമാണ്, ആ ഒരു ഹോസ്പിറ്റൽ ഒരു ഇടമാണ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ്. എന്തിനു വേണ്ടി? സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമാണ് അല്ലെ. അവിടെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബോഡി എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മള് ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുറിവുണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒരു ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ രീതിയിലായിക്കോട്ടെ വലിയ രീതിയിലായിക്കോട്ടെ ഒരു മുറിവുണ്ടാവുന്നില്ലേ? എന്താണ്? ചില ടെസ്റ്റുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ശരിയാണ്. എന്നാൽ പോലും നമ്മളിവിടെ ഒരു മുറിവുണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രൊസീജിയർ ആണ്. അത് ചിലപ്പോ അതെ കട്ടിങ് ഓഫ് ദ ബോഡി ആണ് അല്ലെ. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന സ്കിന്നെ കട്ട്
ചെയ്ത് മുറിവുണ്ടാക്കിക്കൊണ്ട് അല്ലെ മുറിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇന്റേണൽ ഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പലതരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പ്രധാനമായിട്ടും നമുക്ക് അവിടെ ഒരു മുറിവുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു മുറിവാകാം, ചിലപ്പോഴോ ഒരു മേജർ സർജറി ഒക്കെ വേണ്ടി വരുമ്പോൾ ചെറിയൊരു വലിയ രീതിയിലുള്ള മുറിവും വരേക്കാം അല്ലെ. ഒരു മിനിമം സർജറീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കീ ഹോൾ സർജറികളൊക്കെയാണ് അല്ലെ. ഒരുപാട് ഇപ്പൊ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കീ ഹോൾ സർജറികൾ നമ്മൾ അവൈലബിൾ ആണ് അല്ലെ. അധികം മുറിവൊന്നും ഇല്ലാതെ വലിയ രീതിയിലുള്ള കുറെ റെസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി വരാത്ത രീതിയിലുള്ള കീ ഹോൾ സർജറികൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ കീ ഹോൾ സർജറികൾക്ക് പകരം വലിയ രീതിയിലുള്ള മേജർ ഓപ്പറേഷൻസോ കാര്യങ്ങളോ ആണെങ്കിൽ ഓപ്പൺ സർജറികളായിരിക്കും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള അതെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, ശരിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പല വലിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ അപ്പൊ ഒരു ഓപ്പൺ സർജറി ഒക്കെ ആവുമ്പോൾ വേണ്ടി വന്നേക്കാം. പിന്നെ മറ്റൊരെണ്ണമാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റോബോട്ട് അസിസ്റ്റഡ് സർജറി? കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു തരാം എന്താണെന്ന് ജനറൽ ആയിട്ട്. സമയം കുറച്ച് പാടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ മെയിൻ ആയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ റോബോട്ട് പോലെ തന്നെ റോബോട്ടിന്റെ കയ്യിൽ, നമ്മുടെ റോബോട്ടിന്റെ ഒക്കെ കയ്യിലേ അതുപോലെ ഇവിടെ സർജൻസ് എന്ത് ചെയ്യുന്നു, റോബോട്ടിക് ആളുകളുണ്ട്. അതായത് ആം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വിരല് നമ്മുടെ കൈ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഒരു മെഷീനാണ്. ആ ഒരു മെഷീനില് റോബോട്ടിക് മെഷീനാണ്. ആ മെഷീനില് ഇതുപോലെയുള്ള ആംസ് ഉണ്ടാവും. ആ റോബോട്ടിന്റെ ആംസിനെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുക? ആരാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്? റോബോട്ടിന്റെ ആംസിനെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? പ്രധാന സർജൻ ആയിരിക്കും അല്ലെ. ആ ഓപ്പറേഷൻ ചെയ്യുന്ന ആ പ്രധാന സർജൻ ആയിരിക്കും ആംസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ആ കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളർ ഉണ്ടാവും. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയുള്ള സ്ക്രീനും ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റോബോട്ടിനെ വെച്ചുകൊണ്ട് സർജറി ചെയ്യുന്നു എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു അസിസ്റ്റന്റ് ആണ്, ഒരു സഹായിയാണിത്. ഇപ്പൊ ഒരു സർജൻ ചെയ്യുന്ന എന്ത് പ്രൊസീജിയർ ആണോ അത് നമ്മൾ എന്ത് വെച്ച് ചെയ്യുന്നു, എന്തുപയോഗിച്ച് ചെയ്യുന്നു? ഈ റോബോട്ടിന്റെ ഈ റോബോട്ടിക് ആർംസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. നിങ്ങൾ നെറ്റിലൊക്കെ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ പിക്ചർ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. വളരെ ലോങ് ആയിട്ടുള്ള നീഡിൽ പോലത്തെ രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ആംസ് ആണ് ഇതിനുള്ളത്. റോബോട്ടിക് ആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് തുമ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം, നീഡിലുകൾ പ്ലേസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്താണ് അതിന് പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സിനെ നമുക്ക് നിരീക്ഷിച്ചത് പല ഉള്ളിലേക്ക് കയറുന്നതോറും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് കാണാനുള്ള ലെൻസ് കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്യാമറ കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ടുള്ള റോബോട്ടിക് അസിസ്റ്റഡ് സർജറികളും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ആമിന്റെ പിക്ചേഴ്സ്, അതുപോലെ എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്സ്, സർജറിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ഈ ആമിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഒന്ന് എന്താണത് എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ പറയുന്നതിൽ കൂടുതൽ നമുക്ക് കാണുമ്പോഴല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാം അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പറഞ്ഞു തന്നെ നമുക്ക് ഫലിപ്പിക്കാൻ പറ്റില്ല, കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മെഷീനിലേക്ക് വെച്ച് നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരു മെഷീൻ ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗൂഗിളിലൊക്കെ നമുക്ക് ഇപ്പൊ എല്ലാവരുടെയും ഫോണൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഷീൻ എന്താണ് എന്ന് നമ്മുടെ മൈൻഡിലേക്ക് എത്തിയാൽ നമുക്ക് അതിന്റെ ആ കാര്യത്തിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ലേ അല്ലെ. ആ ഒരു പിക്ചറും കൂടി ഉണ്ടെങ്കിൽ ആണോ, നിങ്ങൾക്ക് അങ്ങനെയാണോ? അതെ. അപ്പൊ നിങ്ങൾ ആ ഒരു റോബോട്ടിക് സർജറിയുടെ ജസ്റ്റ് ആ പിക്ചർ ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു റോബോട്ടിക് ആം ആണ്. ആ ആമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളർ ഈ സർജന്റെ കയ്യിൽ ഉണ്ടാവും. അതുപോലെ ആ പ്രൊസീജിയർ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു സർജൻ എങ്ങനെയാണോ പ്രൊസീജിയർ ചെയ്യുന്നത് അത് തന്നെ ഈ കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ക്രീനിൽ വ്യൂ ചെയ്തുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, ഈ സർജൻ ഈ റോബോട്ടിക് ആമിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. അത്ര മാത്രം വ്യത്യാസമുള്ളൂ കേട്ടാ. സർജന്റെ കൈയെല്ലാം ഉപയോഗിക്കുന്നത്, മറിച്ച് എന്താ അവിടെ ഒരു
റോബോട്ടിക് ആം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അവർ ഈ സ്ക്രീനിൽ നോക്കി കൃത്യമായ രീതിയിലുള്ള പ്രൊസീജിയർ ആ കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് ഈ ആമിന്റെ സഹായത്തോടെ ചെയ്യും. അത്ര മാത്രമേ റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള സർജറിയിൽ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഫസ്റ്റ് ഭാഗം തുടങ്ങി ഇൻട്രൊഡക്ഷൻ തുടങ്ങി പൂർണ്ണമായിട്ട് പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.